romantic poet and readers. ഒരു romantic poet എങ്ങനെ ആയിരിക്കണം, അവരുടെ റിലേഷൻ വിത്ത് ദ റീഡേഴ്സ് എങ്ങനെ ആയിരിക്കും എന്നത് വി ക്യാൻ സി. ഓക്കെ, നൗ romantic poet and readers. A poet is a man speaking to men. അതാണ് പ്രധാനപ്പെട്ട കാര്യം. That is, a poet is a man speaking to men, but one who is endowed with more lively sensibility. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരു പോയറ്റ് എങ്ങനെ ആയിരിക്കണം, റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is, he should have a more lively sensibility, and has a greater knowledge of human nature and a more comprehensive soul than other people. സാധാരണ ഒരാളല്ല, എന്നാൽ മനുഷ്യരായിട്ട് നല്ല ബന്ധമുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടുള്ള ഒരാളായിരിക്കണം. എന്നാൽ he should have some kind of lively sensibility, more lively sensibility with a greater knowledge of human nature and more comprehensive soul. The poet sees the similitude in dissimilitude and dissimilitude in similitude. അതാണ് പോയറ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലുള്ള വ്യത്യാസത്തിൽ വരുന്ന കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് സിമിലിറ്റ്യൂഡ് ഇൻ ഡിസിമിലിറ്റ്യൂഡും അതുപോലെ ഡിസിമിലിറ്റ്യൂഡ് ഇൻ സിമിലിറ്റ്യൂഡും ആ ഒരു സിമിലാരിറ്റിയിൽ ഡിഫറൻസും വേണം, എന്നാൽ ഡിഫറൻസിന് സിമിലാരിറ്റിയും കാണാൻ കഴിയുന്ന ഒരു കഴിവുള്ള ആളായിരിക്കണം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചുള്ള ആളായിരിക്കണം ഒരു പോയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. സാധാരണ നോർമൽ എന്നാൽ ഒരു ആളുകളായിട്ട് കണക്ഷൻ ഇല്ലാതെ വേറെ എവിടെയോ എങ്ങനെയോ ഹൈ ലെവലിൽ ജീവിക്കുന്ന ഒരാളാവാനും പാടില്ല. എന്നാൽ നല്ല ഒരു സ്പെഷ്യൽ സ്കില്ല് വേണം, വിത്ത് അൺയൂഷ്വൽ സെൻസിബിലിറ്റീസ് ദാറ്റ് ഡെവലപ്പ് ത്രൂ ഇമ്പൾസ് ഓഫ് ഹാബിറ്റ്. എങ്ങനെയാണ് ഈ അൺയൂഷ്വൽ സെൻസിബിലിറ്റീസ് ഉണ്ടാവുന്നത്? അത് ഇമ്പൾസ് ഓഫ് ഹാബിറ്റാണ്. ഓക്കെ, അതൊരു നിരന്തരമായിട്ട് ഇപ്പം നമ്മൾ പറയും ആളുകൾക്ക് ഇപ്പം ഇങ്ങനെ റെവലേഷൻസ് കിട്ടുന്നതും ഒക്കെ അങ്ങനത്തെ ആളുകളുടെയൊക്കെ അവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ പോലെ വെറുതെ ഇരുന്നിട്ട് അവർക്ക് റെവലേഷൻസ് കിട്ടിയതോ ഒന്നും അല്ല. അവർ ധ്യാനിക്കാൻ പോയിട്ടുണ്ടാവും, അവർ കുറേ സമയം നേച്ചറിനടുത്ത് ചിലവഴിച്ചിട്ടുണ്ടാവും, സ്വന്തമായിട്ട് കുറേ ടൈം ആരോടും സംസാരിക്കാതെ അവർ സ്വന്തമായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ച് അവരുടെ മറ്റു കാര്യങ്ങളിലൊന്നും ഇൻഡൾജ് ചെയ്യാതെ അവർ ജീവിച്ചിട്ടുണ്ടാവും. അതിലൂടെയാണ് അവർക്ക് ഈ ഒരു ഫ്ലഡ് ഓഫ് നോളേജ് അതല്ലെങ്കിൽ റെവലേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് എങ്ങനെയാണ്, അതൊരു ഇമ്പൾസ് ഓഫ് ഹാബിറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ അൺയൂഷ്വൽ സെൻസിബിലിറ്റീസ് ആളുകൾക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇമ്പൾസ് ഓഫ് ഹാബിറ്റ്സിലൂടെ തന്നെയാണ്. അത് നമ്മളിപ്പം ഈ റിനൈസാൻസ് ലീഡേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായ ടൈം എടുത്ത് ആ ഒരു കാര്യത്തെ, അവരുടെ മനസ്സിനെയും ശരീരത്തെയും കാഴ്ചപ്പാടിനെയും ഒക്കെ നിയന്ത്രിക്കാൻ പഠിച്ചതിന് ശേഷം അവരത്രയും അതിലേക്ക് ഇൻഡൾജ് ചെയ്തിട്ടാണ്, മീൻസ് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പിരിച്വാലിറ്റി അവർക്കുണ്ട്. അപ്പോൾ അതൊരു ഇമ്പൾസ് ഓഫ് ഹാബിറ്റ്സ് ആണ്. അത് തന്നെയാണ് ഇവിടെയും വേർഡ്സ്വർത്ത് പറയുന്നത്. ദാറ്റ് ഈസ് വിത്ത് അൺയൂഷ്വൽ സെൻസിബിലിറ്റീസ് വേണം, ദാറ്റ് ഈസ് ഡെവലപ്പ് ത്രൂ ഇമ്പൾസ് ഓഫ് ഹാബിറ്റ്സ്. ആൻഡ് കാര്യം പോയറ്റിന് എന്താണ് ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്ന കാര്യം ഫ്രേസസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്. നല്ല വാക്കുകൾ, നല്ല ഫ്രേസസ്, നല്ല ആ ഒരു കാര്യത്തിൽ അവർക്കത് പറയാൻ അറിയേണ്ട, അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ്. ഇപ്പം എനിക്ക് ഭയങ്കര ഇമോഷൻസ് ഉണ്ട്, എനിക്ക് ട്രാങ്കുലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സംഭവം ശരി തന്നെയാണ്, പക്ഷേ എനിക്ക് ഫ്രേസസും ഫിഗർ ഓഫ് സ്പീച്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു പോയറ്റാൻ കഴിയില്ല. ദാറ്റ് മീൻസ് ദാറ്റ് പോയറ്റ്സ് ഇൻഹെറിറ്റൻസ് ഈസ് ഫ്രേസസ് ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. അത് ആ ഒരാൾക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. പോയറ്റ് ആക്ട്സ് ആസ് എ ട്രാൻസ്ലേറ്റർ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് മെൻ. അപ്പോൾ നേച്ചറോട് അടുത്ത് നിന്നുകൊണ്ട് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നേച്ചറിൻ്റെ ലാംഗ്വേജ് ഒന്നും നോർമലി ഇപ്പോൾ നമ്മൾ മഴ പെയ്യുന്നു, നമ്മൾ കാണുന്ന മഴയല്ല ഒരു പോയറ്റ് കാണുന്ന മഴ. ഓക്കെ, നമ്മൾ കാണുന്ന ഇപ്പം നമ്മളൊരു സിറ്റിയിലേക്ക് പോയി നമ്മൾ കാണുന്നത് കുറേ ആളുകൾ അങ്ങോട്ട് ഓടുന്നു, റോഡിലൂടെ വണ്ടി ഓടുന്നു, ഇതൊക്കെ നമ്മൾ കാണുള്ളൂ. പക്ഷെ ഒരു പോയറ്റ് കാണുന്ന കാഴ്ച അങ്ങനെയല്ല. പോയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് വേറൊരു സെൻസിബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അത് കാണുന്ന കാഴ്ച ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ രാത്രിമഴ പോലുള്ള പോംസൊക്കെ നമ്മളും രാത്രിമഴ കുറേ കേട്ടതാണ്, പക്ഷെ നമുക്ക് ആർക്കെങ്കിലും അതിലെന്തെങ്കിലും തോന്നിയില്ല. കാരണം എന്താണ്, സെൻസിബിലിറ്റി വേണം, അൺയൂഷ്വൽ സെൻസിബിലിറ്റി വേണം. മാത്രമല്ല ദ പോയറ്റ് ആക്ട്സ് ആസ് എ ട്രാൻസ്ലേറ്റർ ബിറ്റ്വീൻ നേച്ചർ ആൻഡ് മെൻ. That is the thing. He acts in between nature and men, communicates between nature and men എന്നാണ് പറയുന്നത്. Now, Wordsworth prefers to keep the company of reader in flesh and blood. അതായത് ഒരു റീഡർ എന്നുള്ളതിനെ റിയൽ ലൈഫിലാക്കി, റിയൽ ആയിട്ടൊരു
അത് ഒരു റീഡറിലേക്ക് എത്തണം. റീഡറിനോട് ഒരു എന്താ പറയുക, ആ പവർഫുൾ ആയിട്ടുള്ള ഫീലിങ്സും ആ ഇമോഷൻസും പാഷൻസും എന്തൊക്കെയാണോ പോയറ്റിന് ഫീൽ ചെയ്തത്, പോയറ്റ് മനസ്സിലാക്കിയത്, ഇപ്പോൾ പോയറ്റ് കണ്ടംപ്ലേറ്റ് ചെയ്തത്, അത് എന്താണ് നമ്മുടെ റീഡേഴ്സിലേക്കും എത്തണം. അതേ ഫീലിംഗ് കിട്ടണം. ഇപ്പം നിങ്ങൾ സോൾട്ടറി റീപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മളും കൂടെ പോയറ്റിൻ്റെ കൂടെ പോകുന്നുള്ളത്. കാരണം എന്താണ്, ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ദ തിങ് ഈസ് ദാറ്റ് Wordsworth prefers to keep the company of reader in flesh and blood. അപ്പോൾ അവരത് വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നതല്ല അവരുടെ പോത്തിൽ ആ കാണുന്ന സംഭവങ്ങൾ. നിങ്ങളിപ്പം മറ്റേ പോയറ്റ്സിനെ, നമ്മൾ റൊമാൻറ്റിക് പോയറ്റ്സിനെ വായിച്ചിട്ടുണ്ടാവുമല്ലോ, കീറ്റ്സ് വായിച്ചിട്ടുണ്ടാവും, ഷെല്ലി വായിച്ചിട്ടുണ്ടാവും. You know that we all know that we feel that we are with that poets whenever we read their poems. നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലേ, അവർ ആ ഒരു എന്താണ് ഇപ്പം ഓട്ടു നൈറ്റിംഗേൽ, ഓട്ടു ഗ്രേഷ്യൻ ഏൺ അതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളും അറിയാതെ അവരുടെ കൂടെ അതെ അത്രയും നമുക്കൊരു ക്ലോസ് ആണ്. പെട്ടെന്ന് ആ ഫോർലോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ദ തിങ് ഈസ് ദറ്റ് ദേ ആർ വെരി കൺസേൺ, ദേ ഗിവ് ഇമ്പോർട്ടൻസ് ടു കീപ് ദ കമ്പനി ഓഫ് റീഡർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ആൻഡ് poet do not write for poets alone but for men. A poet must express himself as other men express themselves. അതാണ് കാര്യം. പോയറ്റ് മറ്റുള്ള പോയറ്റ്സിന് ഇപ്പം നമ്മളിപ്പം ഒരു ഡെസേർട്ടേഷൻ ചെയ്തു, ഒരു തിയറി പേപ്പർ സബ്മിറ്റ് ചെയ്തു, അത് വേറൊരു മനുഷ്യന് വായിച്ചാൽ മനസ്സിലാവില്ല. മീൻസ് നമ്മളുടെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള അതേ സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ പോയറ്റ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോയറ്റ്സിന് വേണ്ടി മാത്രം എഴുതരുത് എന്നുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെ എഴുതുന്നവരുണ്ടായിരുന്നു അവരുടെ കാലഘട്ടത്തിൽ. അപ്പോൾ അതൊരു അങ്ങനെയല്ല വേണ്ടത്. ഫോർ മെൻ, മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത് എന്നുള്ള കാഴ്ചപ്പാട് വേണം. എ പോയറ്റ് മസ്റ്റ് എക്സ്പ്രസ് ഹിംസെൽഫ് ആസ് അതർ മെൻ എക്സ്പ്രസസ് ദംസെൽഫ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു റൊമാൻറ്റിക് പോയറ്റും റീഡറും തമ്മിലുള്ള ബന്ധം. ദാറ്റ് ഈസ് എ മാൻ speaking to men. That is simple as it is, but with unusual sensibilities, with greater knowledge of human nature, and he should has a more comprehensive soul, and he should be able to see similitude in dissimilitude and dissimilitude in similitude. And this particular unusual sensibilities are developed through impulse of habits and the poet inheritance. That is that the phrases and figures of speech which helps him to translate between nature, the language of nature, to the man. And according to Wordsworth, he prefers to keep the company of reader in flesh and blood. So Wordsworth says that a romantic poet do not write for poets alone but for men, because a poet must express himself as other men express themselves. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്, പക്ഷെ അതിനെ മനസ്സിലാക്കിയെടുക്കുക, അതിനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. മീൻസ് ടൈം നമുക്ക് നോക്കണം. നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കാൻ പാടില്ല. റൊമാൻറ്റിക് പോയറ്റും റീഡേഴ്സും എന്താണ് തമ്മിലുള്ള ബന്ധം, എങ്ങനെയായിരിക്കും റൊമാൻറ്റിക് പോയറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാൻ നേരം ഉണ്ടാവില്ല. ആ ഒരു ടൈമിൽ നിങ്ങളതിനെ ആൻസർ, നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ് എഴുതണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഓപ്ഷൻസ് തരുമല്ലോ. അപ്പം Wordsworth prefers to keep the company of reader in എന്താ പറയുക, ഇൻ നേച്ചർ എന്ന് തരും. രണ്ടാമത് എൻവിറോൺമെൻറ്റ് തരും. മൂന്നാമത് ലാംഗ്വേജ് ഓഫ് മാൻ എന്ന് തരും. നാലാമത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് തരും. അപ്പോൾ നമ്മൾ പിന്നെ വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ നേച്ചർ എൻവിറോൺമെൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ അവിടെ തന്നെ ആയി. അപ്പോൾ പിന്നെ ഫ്ലഷും ബ്ലഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആരെയും പേഗൻസ് മറ്റേ എന്താ പറയുക ക്ലാസിസത്തിൻ്റെ അല്ലെങ്കിൽ നിയോ ക്ലാസിസത്തിൻ്റെ ഒക്കെ ഫ്ലഷും ബ്ലഡൊന്നും നമ്മൾ കരുതും. അങ്ങനെയൊന്നും കരുതരുത്. കാരണം ഇങ്ങനെയാണ് നമ്മളെ തെറ്റിക്കാറുള്ളത് PSC എക്സാമുകൾക്ക് ഒബ്ജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുള്ളത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് പ്രോസ് ആൻഡ് പോയട്രി. അപ്പം പ്രോസും പോയട്രിയും തമ്മിലുള്ള ഒരു ബന്ധം കൂടി ഇതിൽ പറയുന്നുണ്ട് വേർഡ്സ്വർത്ത്. ദാറ്റ് ഈസ് പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ഉണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു താളം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിതമിക് പാറ്റേൺ മീറ്റ് ഉണ്ട്. അതിനൊരു ബീറ്റ് ആ ഒരു രീതിയുണ്ട്. Why this meter is important? Because it makes unpleasant enduring for the reader. വിഷമമുള്ള കാര്യമാണ് പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് എൻഡ്യൂറിങ് ആയിരിക്കും റീഡറിന്. അതിനെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ മീറ്റർ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. കോട്ടിങ് എ ലൈൻ ഫ്രം ജോൺ മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്, വേർഡ്സ്വർത്ത് സേസ് ദാറ്റ് പോയട്രി ഷെഡ്സ് നോ ടിയേഴ്സ് സച്ച് ആസ് ഏഞ്ചൽസ് വീപ്പ് ബട്ട് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ടിയേഴ്സ്. അതായത് ഏഞ്ചൽസ് വീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കരച്ചിൽ അങ്ങനെയുള്ള രീതിയിലല്ല പോയട്രി ഇതാക്കുന്നത്.
മനുഷ്യർക്ക് എന്താണ് മനുഷ്യരുടെ ബട്ട് നേച്ചർ ആൻഡ് ഹ്യൂമൻ ടിയേഴ്സ് അതാണ് ഉള്ളത് എന്നാണ്. അതപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ആണ് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. മീൻസ് ഹീ ഈസ് കോട്ടിങ് ഡയറക്ട്ലി ഫ്രം ദാറ്റ്. ദെൻ ഷീ ക്യാൻ ബോസ്റ്റ് ഓഫ് നോ സെലസ്റ്റിയൽ ഇക്കർ ദാറ്റ് ഡിസ്റ്റിങ്ക്വിഷസ് her vital juices from those of prose. അതായത് ഒരു ഇതുമില്ല, മീൻസ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല പ്രോസും പോയട്രിയും. പക്ഷേ ആകെ പോയട്രിയിൽ എന്ന് പറഞ്ഞാൽ മീറ്റർ ഉണ്ടെന്നേ ഉള്ളൂ. ബേസിക്കലി നല്ല പ്രോസ്, നല്ലൊരു പ്രോസ് രീതിയിലുള്ള കാര്യങ്ങളും അതിനും ഒരു എന്താ പറയുക അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. മോശമാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും വേർഡ്സ്വർത്ത് കണ്ടിട്ടില്ല. പോയട്രിയും പ്രോസും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് തോമസ് ഗ്രേയുടെ സോണറ്റ് കൊടുത്തിട്ടുണ്ട്, മിൽട്ടൻ്റെ കുറച്ച് ലൈൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പാരഡൈസ് ലോസിലെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോണറ്റിൽ തോമസ് ഗ്രേയുടെ ഈ സോണറ്റിൽ അത് ഇങ്ങനെ ഒരു പ്രൊസൈക്ക് ആയിട്ടാണ് നമുക്ക് ഫീൽ, മീൻസ് അത് അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ബട്ട് ഇറ്റ്സ് പോയട്രി, ഇറ്റ്സ് ഗുഡ്. അത് നമുക്ക് ആ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സംഭവം ആ പ്രോസ് തന്നെ നല്ലൊരു രീതിയിൽ ഉണ്ടാവാം എന്നുള്ള അതൊരു മോശമുള്ള കാര്യമല്ല, അതല്ലെങ്കിൽ അതിനും ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് വേർഡ്സ്വർത്ത് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൊസൈസം എന്നുള്ളതിനെ റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പ്രൊസൈസം മീൻസ് എ മാനർ, ക്വാളിറ്റി, എക്സ്പ്രഷൻ, സ്റ്റൈൽ, ഫ്രേസ് ഓർ വേർഡ് ദാറ്റ് ഈസ് പ്രൊസൈക്ക്, പ്രോസിൻ്റെ പോലെയുള്ളത് പ്രൊസൈസം എന്ന് പറഞ്ഞാൽ. അപ്പം പ്രൊസൈസത്തിൻ്റെ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് തോമസ് ഗ്രേയുടെ സോണറ്റും അതുപോലെ മിൽട്ടൻ്റെ പാരഡൈസ് ലോസിലെ കുറച്ച് ലൈൻസും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മിൽട്ടൺ എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സം ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്സ് ഓഫ് ദ ബെസ്റ്റ് പോംസ് വിൽ ബി ഫൗണ്ട് ടു ബി സ്ട്രിക്ട്ലി ദ ലാംഗ്വേജ് ഓഫ് പ്രോസ് വിച്ച് വെൻ പ്രോസ് ഈസ് വെൽ റിട്ടൺ. അപ്പം പോയറ്റ് പോംസ് പാരഡൈസ് ലോസ്റ്റ് പോമാണ്, സോണറ്റ് പോമാണ്. ബട്ട് എന്നാൽ പോലും നമ്മൾ പോയട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ലാംഗ്വേജ് ഓഫ് പ്രോസ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് ഉള്ള വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. ദേ ആർ ഓഫ് ഹൈ ക്വാളിറ്റി, അതൊരു ഒട്ടും മോശമല്ല, ഒട്ടും ഒരു എന്താ പറയുക, പ്രൊസൈസംസ് ആർ നോട്ട് ബാഡ്. പോയട്രിയിൽ മീറ്ററാണ് ഇമ്പോർട്ടൻസ്. ഇത് പറയാനുള്ള കാരണം ഇതാണ്, ഇദ്ദേഹം പറയുന്നുണ്ട് പോയട്രിയിൽ മീറ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിന്, ടു മേക്ക് അൺപ്ലസൻറ്റ് എൻഡ്യൂറിങ് ഫോർ ദ റീഡർ എന്നുണ്ടെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹൈ ലെവൽ പോയട്രിയിൽ ഇപ്പോൾ ജോൺ മിൽട്ടൻ്റെ പോംസിലുള്ള കാര്യമാണെങ്കിലും തോമസ് ഗ്രേയുടെ സോണറ്റ് ആണെങ്കിലും അതിലും നമുക്ക് എന്താ പറയുക പ്രോസ്, ലാംഗ്വേജ് ഓഫ് പ്രോസ് യൂസ് ചെയ്തിട്ടും നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു മസ്റ്റാണ്. അല്ലെങ്കിൽ പോയട്രിക്ക് മീറ്റർ ഇല്ലാതെ മീറ്ററാണ് എവറിത്തിങ് എന്നൊന്നും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പ്രോസും പോയട്രിയും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, അങ്ങനെ അതിൽ പിന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പോയട്രി ആൻഡ് പെയിൻറ്റിങ് ആർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയട്രിയും പെയിൻറ്റിങ്ങും എങ്ങനെയാണ്, പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർട്ട് ഫോംസ് ഓഫ് പെയിൻറ്റിങ്, പോയട്രിയും പെയിൻറ്റിങ്ങും സിസ്റ്റേഴ്സ്, അവർ സിസ്റ്റേഴ്സാണ്, സഹോദരങ്ങളാണ്, സിസ്റ്റേഴ്സാണ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്, വേർഡ്സ്വർത്ത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വൺ വേർഡ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചാൽ ഒബ്ജക്റ്റീവായിട്ട് ചോദിച്ചാലോ എന്ന് കരുതിയിട്ടാണ് പോയട്രിയും പെയിൻറ്റിങ്ങും തമ്മിലുള്ള ബന്ധം, റിലേഷൻ ഒരു സിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലുള്ളതാണെന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് പ്രോസ് ആൻഡ് പോയട്രി, പ്രോസിലും പോയട്രിയും തമ്മിലുള്ളത്. അപ്പോൾ പ്രോസൈസത്തിന് അത്ര മോശമായിട്ടൊന്നും, അതല്ലെങ്കിൽ അത് എന്താ പറയുക അതിൽ മീറ്റർ ഇല്ല എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നല്ല പോംസിൽ ഒരിക്കലും പ്രൊസൈസം വരില്ല എന്നുള്ളത് ഒന്നും അതിനൊരു ബാഡ് പോയട്രി ആയിട്ട് അല്ലെങ്കിൽ ബാഡ് പോമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് വേർഡ്സ്വർത്ത് പറയുന്നത്. കാരണം പല വെൽ നോൺ ആയിട്ടുള്ള വളരെ എന്താണ് രസകരമായിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി പോയട്രിയിൽ പോലും നിങ്ങൾക്ക് പ്രൊസൈസം കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് പ്രോസ് ആൻഡ് പോയട്രി. Now we will go to the next part, that is the effects of poetry. affective theory എന്ന് നമ്മളതിന് പറയും. affective theory, the effects of poetry എന്താണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പോയട്രി എല്ലാ ലാംഗ്വേജ് എന്താണ്, തീം അത് സാധാരണക്കാരുടെ ലാംഗ്വേജ്, തീം എന്താണ്, തീം എന്നിട്ട് മിമിക്റ്റിക് തിയറി എന്ന് പറഞ്ഞു. തീം കഴിഞ്ഞാൽ നേച്ചർ, പിന്നെ നമ്മൾ റസ്റ്റിക് ലൈഫ്, കോമൺ മാൻ, കോമൺ ഒബ്ജക്ട്സ്, നേച്ചർ റിലേറ്റഡ് ടു ക്ലോസ് ടു നേച്ചർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ലാംഗ്വേജ് പറഞ്ഞു, ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മാൻ്റെ ലാംഗ്വേജ് ആണ്, ഇറ്റ്സ് മോർ ഫിലോസഫിക്കൽ ആൻഡ് മോർ കണ്ടംപ്ലേറ്റഡ് ഇൻ ഇറ്റ്സ് ഫോം എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് തിയറി ഓഫ് പോയട്രി എന്ന് പറഞ്ഞു. തിയറി ഓഫ് പോയട്രിയിൽ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയാണ് പ്രോസസ്സസ് ഇൻ റൈറ്റിംഗ് എ പോം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പം കുറേ കാര്യങ്ങളുണ്ട്, പ്രോസും പോയട്രി തമ്മിലുള്ളതൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്, ഇതുകൊണ്ടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിൻ്റെ എയിം, പോയട്രി എന്തായിരിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞല്ലോ നമ്മൾ റീഡറും
പിന്നെ അതുപോലെ പോയറ്റും തമ്മിലുള്ള ബന്ധം, റൊമാൻറ്റിക് പോയറ്റും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്, ദാറ്റ് ഈസ് എ മാൻ സ്പീക്കിംഗ് ടു മെൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? ഒരു കാര്യം ചെയ്യുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതിനാണ് അഫക്റ്റീവ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ദ ഇഫക്ട്സ് ഓഫ് പോയട്രി ഈസ് ദാറ്റ് ഇറ്റ് ഗിവ്സ് ഇമ്മീഡിയറ്റ് പ്ലഷർ. അത് വായിക്കുമ്പോൾ ഒരു സുഖം, ഒരു പ്ലഷർ, ഇമ്മീഡിയറ്റ് പ്ലഷർ വേണം. ആൻഡ് എൻഡ്യൂറിങ് ആയിട്ട്, അതായത് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് ആയിരിക്കും, പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതൊരു പ്ലഷർ ആയിരിക്കും അതിന് കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു എഫക്ട്സ് എന്ന് പറയുന്നത്, പോയട്രിയുടെ എഫക്ട്സ്. അപ്പോൾ നമുക്കിപ്പം അത് നമുക്കറിയാം, നല്ലൊരു വ്യത്യാസം തന്നെയാണ്. ന്യൂ ക്ലാസിക്കൽ പോംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് പ്ലഷറൊന്നും തോന്നില്ല. ഇപ്പോൾ നമ്മൾ മാക് ഫ്ലെക്കിനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്ലഷറൊന്നും നമുക്ക് പെട്ടെന്ന്, നല്ല പോം, നല്ല ഹൈ ക്വാളിറ്റി പോം, നല്ല നമ്മൾ വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോംസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് പ്ലഷറൊന്നും നമുക്ക്, എൻഡ്യൂറിങ് ട്രൂത്തൊക്കെ കുഴപ്പമില്ല, പിന്നെയും സഹിക്കാം, ബട്ട് അതൊന്നും തോന്നില്ല. ബട്ട് നമുക്ക് റൊമാൻറ്റിക് പോംസ് എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് മനസ്സിലാവും, ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് പ്ലഷർ വിൽ ബി ദർ വെൻ എവർ വി റീഡ് എ റൊമാൻറ്റിക് പോം. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞതിൽ വളരെ കറക്റ്റാണ്. ദാറ്റ് ഈസ് അഫക്റ്റീവ് തിയറി, ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് പ്ലഷർ ആൻഡ് എൻഡ്യൂറിങ് ട്രൂത്ത്സ്, ദാറ്റ് ഈസ് ദ തിങ്. Now the poet writes under one restriction only, the necessity of giving immediate pleasure to the reader. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എയിം എന്താണ്? അതായത് റീഡറിന് പ്ലഷർ കൊടുക്കാൻ പറ്റണം. ആ എഴുതിയത് വായിക്കുമ്പോൾ ഒരു സുഖം വേണം. അതല്ലാതെ കടമ്പട മീൻസ് ഒരു സുഖമില്ലാത്ത രീതിയിലായിരിക്കരുത് അത് ഒരു പോയറ്റ് റൈറ്റ് ചെയ്യേണ്ടത്. ദ സെൻട്രൽ പർപ്പസ് ഓഫ് ട്രൂ പോയട്രി ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ട്രൂത്ത്. അതായത് പക്ഷേ ഇമ്മീഡിയറ്റ്ലി പ്ലഷർ കൊടുത്താലും വെറും പ്ലഷറിന് വേണ്ടി മാത്രം അപ്പോൾ നമ്മളതിനെ പോയട്രി എന്ന് പറയില്ല, നമ്മളതിനെ എന്തേ പറയുള്ളൂ, ഒരു സോങ് എന്നേ പറയുള്ളൂ അല്ലേ. അപ്പോൾ സെൻട്രൽ പർപ്പസ് ഓഫ് ട്രൂ പോയട്രി ഈസ് റെക്കോർഡിംഗ് ഓഫ് ട്രൂത്ത്. ശരിക്കുള്ള ട്രൂത്തിനെ റെക്കോർഡ്, എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ട്രൂത്തിനെ റെക്കോർഡ് ചെയ്യുന്നതാണ് സെൻട്രൽ പർപ്പസ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് പോയട്രി ഈസ് ട്രൂത്ത്, നോട്ട് ഇൻഡിവിജ്വൽ ആൻഡ് ലോക്കൽ ബട്ട് ജനറൽ ആൻഡ് ഓപ്പറേറ്റീവ്, നോട്ട് സ്റ്റാൻഡിങ് upon external testimony but carried alive into the heart by passion. അതായത് എന്താണ്, ഒരു സ്ട്രിക്റ്റ് ആയിട്ട് പിന്നെ ഒരു സ്റ്റിഫ് ജപ്പോൺ എന്ന് പറഞ്ഞ ഒരു തരം കോട്ടാണ്, ഒരു ഡ്രസ്സാണ് കേട്ടോ. ഓക്കെ, അതുപോലെ ഒരു സ്ട്രിക്റ്റ് സ്റ്റേൺ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ടു ക്യാരിഡ് അലൈവ് ഇൻ ടു ദ ഹാർട്ട് ബൈ പാഷൻ. ഒരു സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റിഫായിട്ടുള്ള ഒരു യൂണിഫോം പോലെ ട്രൂത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് എന്താണ്, അത് പാഷൻ, ആ ഒരു ട്രൂത്തിനെ എങ്ങനെയാണ് ഹാർട്ടിലേക്ക് തരുന്നത്? ബട്ട് ക്യാരിഡ് അലൈവ് ഇൻ ടു ദ ഹാർട്ട് ബൈ പാഷൻ. ദാറ്റ് ഈസ് ദ സെൻട്രൽ പർപ്പസ് ഓഫ് ട്രൂ പോയട്രി. ട്രൂ പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ദ റെക്കോർഡിംഗ് ഓഫ് ട്രൂത്ത്, ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രിക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിങ് ദ ട്രൂത്ത്, ഇറ്റ് ഈസ് നോട്ട് പ്രഷറൈസിങ്. ഒരു പോയട്രി എന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് ഇതന്നെയാണെന്നുള്ള രീതിയിൽ അതിനെ ഒരു ഇതാക്കുന്നതല്ല, നിർബന്ധിക്കുന്നതല്ല. ബട്ട് അതൊരു മോശമായ രീതിയിൽ, മീൻസ് പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കുകയല്ല. ബട്ട് ഇറ്റ് ഈസ് ക്യാരിഡ് അലൈവ് ഇൻ ടു ദ ഹാർട്ട് ബൈ പാഷൻ, ദാറ്റ് ഈസ് ദ തിങ്. അപ്പോൾ ഇതാണ് എഫക്ട്സ് ഓഫ് പോയട്രി. അഫക്റ്റീവ് തിയറി എന്നറിയപ്പെടുന്നു. ഇമ്മീഡിയറ്റ് പ്ലഷർ ആൻഡ് എൻഡ്യൂറിംഗ് ട്രൂത്ത് ആർ ദ എഫക്ട്സ് ഓഫ് പോയട്രി. ദ ഇമ്മീഡിയറ്റ് എയിം, the immediate purpose or the restriction of a poet while writing a poem is to give necessary or giving immediate pleasure to the reader. But the central purpose of true poetry is the recording of truth. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഇമ്മീഡിയറ്റ് പ്ലഷറും ഉണ്ട്, എൻഡ്യൂറിംഗ് ട്രൂത്ത് ഉണ്ട് എന്നുള്ളത്, എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ട്രൂത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. പോയട്രി എഴുതുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് പ്ലഷർ കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ പോയട്രി ട്രൂ പർപ്പസ് എന്ന് പറഞ്ഞാൽ ദ റെക്കോർഡിംഗ് ഓഫ് ട്രൂത്ത് ആണ്. ഓക്കെ, I hope you got it. Now we can go to important authors mentioned. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ മിൽട്ടനെയും തോമസ് ഗ്രേയൊക്കെ പ്രൊസൈസം റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നല്ല പോയട്രിയിൽ തന്നെ പ്രൊസൈസം കാണാം. മീറ്റർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും പ്രൊസൈസം കൊണ്ട് കാണാം, അത് ഒരു പ്രശ്നമില്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് മീൻസ് വർക്ക്സ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അരിസ്റ്റോട്ടലിനെ പറഞ്ഞിട്ടുണ്ട്, തിയറി ഓഫ് പോയട്രി മെൻഷൻ ചെയ്തിട്ടുണ്ട്. തിയറി ഓഫ് പോയട്രി എന്ന് അദ്ദേഹത്തിൻ്റെ തിയറി നമ്മൾ ഓൾറെഡി ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പം അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അരിസ്റ്റോട്ടലിൻ്റെ തിയറി ഓഫ് പോയട്രി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ സാമുവൽസ് ജോൺസൺ സ്റ്റാൻസ ആസ് ഡൾ. സാമുവൽ ജോൺസൺ പൊതുവേ ക്ലാസിക്സിന് ഇവർക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്കറിയാലോ. ഡോക്ടർ സാമുവൽ ജോൺസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാൻ ഓഫ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻസ് എടുത്തിട്ട്
പിന്നെ അതിനെ ഇത് എന്താ, ഇതൊരു ഇമോഷണൽ അപ്പീലും ഇല്ല, ഇത് എന്താണ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്, ഡള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ജോഷുവ റെയ്നോൾഡ്സിന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ റീഡേഴ്സ് ജഡ്ജ് ദംസെൽഫ് ബിഫോർ ജഡ്ജിങ് പോയട്രി എന്നുള്ളത്. റീഡേഴ്സ് മീൻസ് ജോഷുവ റെയ്നോൾഡ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പോയട്രിയെ ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം ഒന്ന് ജഡ്ജ് ചെയ്യുന്നത് നല്ലതാണ്, എന്നിട്ട് നിങ്ങൾ ആ പോയട്രിയെ ജഡ്ജ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേർഡ്സ്വർത്ത് ഇതിൽ നമ്മുടെ പ്രിഫസിൽ പറയുന്നുണ്ട്, ജോഷുവ റെയ്നോൾഡ്സ് പറഞ്ഞതുപോലെ ഒരു അപ്പീൽ പോലെ പറഞ്ഞിട്ടുണ്ട്, റീഡേഴ്സ് ഷുഡ് ജഡ്ജ് ദംസെൽഫ് ബിഫോർ ജഡ്ജിങ് പോയട്രി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോ ദാറ്റ് ഈസ് ദ തിങ്. ഇനിയിപ്പം ഇതിൻ്റെ ക്രിറ്റിസിസം എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് വേർഡ്സ്വർത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ചില ആളുകൾ അതിനെ ഓപ്പോസ് ചെയ്യും, ഓഫ് കോഴ്സ്, ഷുവർ. അപ്പം അതിൽ ഇമ്പോർട്ടൻറ്റ് കൊട്ടേഷൻസ് പറഞ്ഞതിന് ശേഷം ക്രിറ്റിസിസത്തിലേക്ക് പോവാം. ഓക്കെ, ദാറ്റ് ഈസ് പോയട്രി ഈസ് ദ ഇമേജ് ഓഫ് നേച്ചർ, മാൻ ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോയട്രി ഈസ് ദ ഇമേജ് ഓഫ് മാൻ ആൻഡ് നേച്ചർ. പിന്നെ അതുപോലെ പോയട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ഫൈനസ്റ്റ് സ്പിരിറ്റ് ഓഫ് ഓൾ നോളേജ്. It is the impassioned expression which is in the countenance of all science. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, ഇങ്ങനെ കൊട്ടേഷൻസ് ഒക്കെ തന്നിട്ട് ചോദിക്കാറുണ്ട്, പോയട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ഫൈനസ്റ്റ് സ്പിരിറ്റ് ഓഫ് ഓൾ നോളേജ് എന്നുള്ളത് ആരുടെ കൊട്ടേഷനാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തരും, ആരൊക്കെയാണ്, സിഡ്നിയെ തരും, അരിസ്റ്റോട്ടലിന് എല്ലാവർക്കും മിക്കവാറും തരാം, ബയോഗ്രഫി കോൾറിഡ്ജിനെ തരും, പിന്നെ അതുപോലെ പിന്നെ നിങ്ങൾക്ക് അർണോൾഡിനെ തരും, പിന്നെ നിങ്ങൾക്ക് വേർഡ്സ്വർത്തിനെ തരും. കാരണം എല്ലാവരും പോയട്രിയെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ആവാൻ പിന്നെ വേറെ ഒന്നും വേണ്ട, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തരും. അപ്പോൾ പോയട്രി ഈസ് ദ ബ്രെത്ത് ആൻഡ് ഫൈനസ്റ്റ് സ്പിരിറ്റ് ഓഫ് ഓൾ നോളേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് വേർഡ്സ്വർത്ത്. Then poetry is first and last of all knowledge. It is as immortal as the heart of man. We not only wish to be pleased but to be pleased in that particular way in which we have been accustomed to be pleased. അതായത് ഇത് രണ്ടാണ്, ഇടയിൽ ഞാനൊരു ഗ്യാപ്പ് ഇടാൻ വിട്ടിട്ടുണ്ട്. That is poetry is first and last of all knowledge. It is as immortal as the heart of man എന്ന് പറഞ്ഞിട്ടുള്ളതും വേർഡ്സ്വർത്ത് പ്രൊഫസറിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ we not only wish to be pleased but to be pleased in that particular way in which we have been accustomed to be pleased. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സന്ദർഭം ഇങ്ങനെയാണ്. ഈ ആളുകൾ ന്യൂ ക്ലാസിക് ഏറയിലുള്ള പോയട്രി വായിച്ച് ഒക്കെ നിൽക്കുന്ന ആളുകളല്ലേ, അപ്പോൾ അവർക്കത് ശീലമായിപ്പോയി. അപ്പോൾ ആ ശീലമായി പോയപ്പം ഇത് കാരണം വി നോട്ട് ഓൺലി വിഷ് ടു ബി പ്ലീസ്ഡ് ബട്ട് ടു ബി പ്ലീസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ വേ ഇൻ വിച്ച് വി ഹാവ് ബീൻ അക്കസ്റ്റംഡ്. നമ്മൾ എങ്ങനെയാണ് അക്കസ്റ്റംഡ് ആയിട്ടുള്ളത് പ്ലീസ്ഡ് ആവാൻ, അത് തന്നെ പോലെ പ്ലീസ്ഡ് ആവാനാണ് നമുക്ക് ആഗ്രഹം ഉണ്ടാവുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് വേർഡ്സ്വർത്ത്. അതൊരു അങ്ങനെയല്ല, ഒരു മാറ്റം വേണം അതിൽ നിന്ന് എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കണം. നമ്മളെ ശീലങ്ങളാണ് കുറേയൊക്കെ നമുക്ക് അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യം വരുത്തുന്നത് എന്നുള്ളത് കൂടി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു കൊട്ടേഷൻ വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നൗ ദാറ്റ് ഈസ് അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് quotes or quotations in preface by Wordsworth. Now we can see the criticism. ദാറ്റ് ഈസ് കോൾറിഡ്ജ്. അപ്പം നമ്മുടെ ഫ്രണ്ടിന് പിന്നീട് കാലങ്ങൾക്ക് ശേഷം വേർഡ്സ്വർത്തിനെ ഒരു എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം വേർഡ്സ്വർത്ത് ഇത് എഴുതിയത് രണ്ടുപേർക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ, മീൻസ് ആസ് എ ഡിഫെൻസ് ഓഫ് ലിറിക്കൽ ബാലഡ്സ്. ബട്ട് കോൾറിഡ്ജ് ക്രിട്ടിസൈസ് വേർഡ്സ്വർത്ത് കോൺസെപ്റ്റ് ഓഫ് കോമൺ മാൻ സ്പീക്കിംഗ് ട്രൂത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾറിഡ്ജ് പറയുന്നത് എ പോയിറ്റ് മസ്റ്റ് ബി എഡ്യൂക്കേറ്റഡ്. കോമൺ മാന് ഒരു എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത് ഒന്നും, ട്രൂത്ത് എന്നുള്ള ഒരു സംഭവം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. അതിന് കോൾറിഡ്ജ് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കോൾറിഡ്ജ് ഒരിക്കലും വേർഡ്സ്വർത്തിൻ്റെ ക്രീഡ് ഓഫ് പോയട്രി അല്ലെങ്കിൽ ആ ഒരു തിയറി ഓഫ് പോയട്രി ഒന്നും ഇതാവുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു വിഷയത്തിൽ അവർക്ക് ചെറിയൊരു പരാതി, എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. സംഭവം വേറെയുള്ള കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കോൾറിഡ്ജിന് പിന്നീട് കാലക്രമത്തിൽ കോൾറിഡ്ജ് പറയുന്നുണ്ട്, അതിനോട് എനിക്ക് യോജിപ്പില്ല. മീൻസ് ആളുകൾ എഡ്യൂക്കേറ്റഡ് ആവാൻ വേണമല്ല. അത് കോമൺ മാൻ എന്ന് പറയുമ്പോൾ ഇല്ലിറ്ററേറ്റ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് അത്ര നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ അത് ആ ഒരു വിചാരിക്കുന്ന സെൻസിബിലിറ്റി ഉണ്ടാവില്ല, അങ്ങനെയുള്ള രീതിയിലാണ് കോൾറിഡ്ജ് അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗാരോത് പറഞ്ഞിട്ടുള്ളത് the preface suffers from the sin of exaggeration. The preface suffers from the sin of exaggeration. എക്സാജറേഷൻ കുറച്ച് അധികമായിട്ടുണ്ട് പറഞ്ഞത്, കുറച്ച് അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല, കുറച്ച് കുറക്കായിരുന്നു എന്നുള്ള രീതിയിലാണ് ഗാരോത് പറഞ്ഞിട്ടുള്ളത്. പ്രിഫസ് സഫേഴ്സ് ഫ്രം ദ സിൻ ഓഫ് എക്സാജറേഷൻ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
നോ T.S. Eliot ആണ് അത് നന്നായി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് എ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ഓക്കെ, അത് നമ്മൾ കാണും. ഇനി ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് നമുക്ക് എന്തായാലും പഠിക്കാണ്ട്. അതുപോലെ കോൾറിഡ്ജ് എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്ത വേർഡ്സ്വർത്തിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കാണാം. T.S. Eliotന് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പഠിക്കാം. നാളെ മറ്റന്നൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിവേ that is all about the preface. Okay, these are the important concepts or ideas that is discussed in Wordsworth's preface to lyrical ballads. അപ്പോൾ ഇതാണ്, അതായത് ഇദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് പോയട്രി, concept of poetry, language of poetry, the process of poetry, then the relationship between a romantic poet and a reader, how should a romantic poet be, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പ്രൊഫസറിൽ പറയുന്നുണ്ട്. ഇത് ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കാൻ അങ്ങനെ കരുതിയതായിരുന്നു. പക്ഷെ കുറച്ച് നീണ്ടങ്ങ് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രൊഫസറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം എന്താണ്, ഇറ്റ് ഹാസ് മാർക്ഡ് ദ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിസത്തിന് അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അവിടെ നടന്നത്. ആ ഒരു പ്രിഫസ് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ, ടു ലിറിക്കൽ ബാലൻസ് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ അവർ ചെയ്തത്. ഓക്കെ.